തിരുവനന്തപുരത്തെ 18 വയസ്സുകാരൻ അലന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് സ്കൂളിലെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾ തമ്മിലുണ്ടായ തർക്കമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. തർക്കം പരിഹരിക്കാൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ പ്രതി ഇടപെട്ടു. കൂട്ടം കൂടി നിൽക്കുന്നവരെ അലൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. റിമാൻഡ് റിപ്പോർട്ട് 24 ലഭിച്ചു. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചെയ്തു. റിനു, കുട്ടി തർക്കമാണ് ഒരു 18-കാരന്റെ നെഞ്ചത്ത് കത്തി കുത്തിക്കയറ്റിയിറക്കി ജീവനെടുത്തതിന്റെ കാരണം, തുടക്കം എന്നാണ് വിശദാംശങ്ങൾ. തീർച്ചയായും സുഹൈൽ, ഞെട്ടലോട് കൂടിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് 18-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടോൺമെന്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. അതിലെ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിൽ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു. ഇതിൽ 9ാം ക്ലാസ്സുകാരന്റെ ജ്യേഷ്ഠ സഹോദരനാണ് പ്രതിപട്ടികയിലെ മൈനറായി ഒരാൾ. ഇയാൾ ഈ വിഷയത്തിൽ ഇടപെടുകയും 10ാം ക്ലാസ്സുകാരെ വിളിച്ച് ഇത് തർക്കം പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജഗതിയിലെയും മുട്ടത്തറയിലെ പ്രദേശത്തെയും വിദ്യാർത്ഥികൾ തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. തുടർന്ന് തിങ്കളാഴ്ച ദിവസം ഇവിടേക്ക് വിളിച്ചു വരുത്തി തർക്കം പരിഹരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവിടേക്ക് വിളിച്ചു വരുത്തി തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ എത്തിക്കുകയും ചെയ്യുന്നു. അതേസമയം മുട്ടത്തറയിലുള്ള വിദ്യാർത്ഥികൾ 2-3 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ തടഞ്ഞു വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അവർ മുട്ടത്തറയിലെ തന്റെ സഹോദരങ്ങളോട് വിളിച്ചിക്കാര്യം പറയുന്നത്. തുടർന്നാണ് ഈ അലൻ രാജാജി നഗറിൽ ഉള്ള അലനെയും സുഹൃത്തുക്കളെയും വിളിച്ചു പറയുന്നു, തങ്ങളുടെ അനുജനെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഇവിടെ തടഞ്ഞു വെച്ച് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്നാണ് അലനും ഒപ്പമുണ്ടായിരുന്ന 2 പേരും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. സംഭവ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഈ ജഗതിയിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾ, പഠിക്കുന്നവരും അല്ലാത്തവരും കൂട്ടം കൂടി നിൽക്കുന്നു. ഒപ്പം ഈ മുട്ടത്തറയിലെ കുട്ടികളുമുണ്ട്. ഇവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് അലൻ ഇടപെടുന്നതും ഇവിടെ കൂട്ടം കൂടി നിൽക്കുവാൻ പാടില്ലെന്നും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെടുന്നത്. ഈ വൈരാഗ്യത്തിലാണ് ചീത്ത വിളിച്ചുകൊണ്ട് ഈ അലന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ഇതിലെ 1ാം പ്രതി ഈ അലനെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ 2 പ്രതികളെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു. 5 പ്രതികൾ കോടതിയിൽ ഹാജരായി. ഇന്നിപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിക്ക് അന്വേഷണ സംഘത്തിന് പ്രതികളെ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.